ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിലാണ്. ഇവിടെ അൽഷിഫ നഴ്സിംഗ് കോളേജിലെ കുട്ടികളുടെ ഒരു സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായി 4 ദിവസം അവരിവിടെയുണ്ട്. അവരുടെ NSS കോർഡിനേറ്റർമാരുണ്ട്, NSSൻ്റെ മറ്റുള്ള ഭാരവാഹികളുണ്ട്, ഈ സായി സ്നേഹതീരത്തിൻ്റെ എല്ലാമായ രവിയേട്ടനുണ്ട്, പിന്നെ കുട്ടികളുണ്ട്. ക്യാമ്പ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ക്യാമ്പല്ല. അവർ എന്ത് സമൂഹത്തിന് അവരുടെ പഠനകാലത്ത് തിരിച്ചു നൽകുന്നു, അവരുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാവുന്ന എന്ത് ചെയ്യുന്നു എന്നവർ പ്രാവർത്തികമാക്കുകയാണ്. ഈ ക്യാമ്പിനെക്കുറിച്ച്, അതായത് ഭാവിയിലെ ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ മിടുക്കരായ ആരോഗ്യ പ്രവർത്തകരാവാനുള്ളവരാണ് ഇവരൊക്കെ. ഈ ക്യാമ്പിനെക്കുറിച്ച് NSSൻ്റെ പ്രോഗ്രാം ഓഫീസർ, സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജിസ് ജോർജ്. ഇതിൻ്റെ NSSൻ്റെ കോർഡിനേറ്ററാണ്, പ്രോഗ്രാം ഓഫീസറാണ്. ഈ ക്യാമ്പിനെക്കുറിച്ച്, ഇവരുടെ പ്രവൃത്തികളെക്കുറിച്ച്, ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. നമ്മളിവിടെ നമ്മുടെ ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്നത് സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലാണ്. ഞങ്ങളുടെ അൽഷിഫ നഴ്സിംഗ് കോളേജിൻ്റെ തുടർച്ചയായി ഞങ്ങൾ പല തവണകളായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പല സേവനങ്ങൾ നമ്മളിവിടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. നമ്മളുടെ ഈ മക്കളാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് പോപ്പുലേഷൻ. അവരെ ഒരു സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നേഴ്സിംഗ് കുട്ടികളുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞങ്ങളിത് കാണുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്ന് ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അത് ഞങ്ങൾ പല വർഷങ്ങളായിട്ട് ഇവിടെ അതൊരു ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് വർഷം മുഴുവൻ എല്ലാ ഞായറാഴ്ചകളിലും നമ്മളുടെ NSS വോളണ്ടിയേഴ്സ് ഇവിടെ വരികയും ഇവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് 1 വർഷം കഴിഞ്ഞു. അതിൻ്റെ വാർഷികം ഈ ക്യാമ്പിനോടനുബന്ധിച്ച് ഞങ്ങൾ ആഘോഷിക്കും. അതേപോലെ തന്നെ NSS യൂണിറ്റിൻ്റെ സ്പെഷ്യൽ ക്യാമ്പ് നമ്മളിവിടെ വിഭാവനം ചെയ്യുമ്പോൾ ഈ വർഷം നമ്മൾ ക്ഷയരോഗ വിമുക്ത കേരളം എന്നുള്ള ആശയം, ആരോഗ്യ കേരളത്തിൻ്റെ ക്ഷയരോഗ വിമുക്ത കേരളം എന്നുള്ള ആശയത്തോടനുബന്ധിച്ചുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി ഇവർക്കിവിടെ ഞങ്ങൾ നാടകങ്ങൾ നടത്തുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻസ് നമ്മളവിടെ സെഷനായിട്ട് നടത്തും. അവരുടെ ആരോഗ്യ സർവേ നമ്മൾ നടത്തും, ആരോഗ്യ പരിശോധനകൾ നമ്മൾ നടത്തും. അപ്പോൾ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സൈറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരോടൊപ്പം അവരുടെ ആക്ടിവിറ്റീസിലും അവരുടെ കൂടെ സന്തോഷമായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഈ ക്യാമ്പിൻ്റെ ഓർമ്മകൾ അതിമനോഹരമാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും NSS വോളണ്ടിയേഴ്സ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഏറ്റവും നല്ല പിന്തുണ നൽകുന്ന ഞങ്ങളുടെ രവിയേട്ടനാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിന്തുണ ഞങ്ങൾക്ക് രവിയേട്ടൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാമ്പ് വളരെ വിജയകരമാകട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. ഞങ്ങൾ അതിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P. ഷാജിയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. NSS സർക്കാരുകൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഭാവി പൗരന്മാരായിട്ടുള്ള ഇന്നത്തെ വിദ്യാർത്ഥികൾ വളരെ പൗരബോധമുള്ള, നല്ല സമൂഹബോധമുള്ള ആളുകളായിട്ട് വളരുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ആ ലക്ഷ്യം നിർവഹിക്കലാണ് NSS ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി നടന്നു വരികയാണ്. ഇവിടെ ഇപ്പോൾ NSS ക്യാമ്പ് അൽഷിഫയുടെ നഴ്സിംഗ് കോളേജിൻ്റെ ക്യാമ്പാണ്. അവർ ഈ വർഷത്തെ NSS ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമായിട്ടുള്ള ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ നല്ല കാര്യമാണത്. ഈ മാതൃക എന്നും നിങ്ങൾ പിന്തുടരുക. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഇത്തരം നന്മ ചെയ്യാൻ നിങ്ങൾക്ക് ഇതൊരു തുടക്കമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വെറുമൊരു ക്യാമ്പ് മാത്രമല്ല, ജീവിതത്തിൻ്റെ അടിത്തറയുടെ നന്മയിലേക്കുള്ള അടിത്തറയിടലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.